ക്ലാസ് 7 ബേസിക് സയൻസ് ആനുവൽ എക്സാമിനേഷൻ സാമ്പിൾ പ്രാക്ടീസ് പേപ്പർ. പുതിയ സിലബസ് പ്രകാരമുള്ള അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം 1. ക്വസ്റ്റ്യൻ എ. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ശുചീകരണത്തിൽ ശേഖരിച്ച പേപ്പർ, വായില, പ്ലാസ്റ്റിക് കവർ, മൊബൈൽ ഫോൺ, ബാറ്ററി, പേപ്പർ കപ്പ്, തെർമോക്കോൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ബൾബ്, ചില്ല് കഷ്ണം, ചെരുപ്പ്, ബാഗ്, മിഠായി കവറുകൾ എന്നിവ ഉചിതമായ കൂട്ടങ്ങൾ ആക്കുക. ജൈവമാലിന്യം, അജൈവമാലിന്യം ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. ജൈവമാലിന്യം അല്ലേ, മണ്ണിൽ അലിയുന്നവ, വിഘടിക്കുന്നവ അല്ലേ. പേപ്പർ വായിലൊക്കെ മണ്ണിൽ ലയിക്കുന്നവയാണ്, വിഘടിക്കുന്നവയാണ്. അതിനെ നമ്മൾ ജൈവമാലിന്യം എന്ന് പറയും. അജൈവ മാലിന്യം അല്ലേ, മണ്ണിൽ വിഘടിക്കാതെ വർഷങ്ങളോടെ അങ്ങനെ തന്നെ കിടക്കും അല്ലേ. പ്ലാസ്റ്റിക് ഒക്കെ മണ്ണിൽ അങ്ങനെ തന്നെ കിടക്കുന്ന വസ്തുക്കളാണല്ലേ. പ്ലാസ്റ്റിക്, ചില്ല് കഷ്ണം, തെർമോക്കോള്, പ്ലാസ്റ്റിക് ബോട്ടിൽ, ചെരുപ്പ്, ബാഗ്, പേപ്പർ കപ്പ്, ഇതെല്ലാം അജൈവ മാലിന്യങ്ങളാണല്ലേ. അതായത് മണ്ണിൽ വിഘടിക്കാതെ കിടക്കുന്നത്. പേപ്പറിൻ്റെ പ്ലാസ്റ്റിക് കപ്പ് ഉണ്ട് ഇവിടെ, അതേക്ക് ഉദ്ദേശിച്ചതില്ലേ. പേപ്പറാണെങ്കിൽ മണ്ണിൽ വിഘടിക്കുന്നവയാണ്, ജൈവമാലിന്യത്തിൽ ഉൾപ്പെടുത്താം. അപകടകരമായ മാലിന്യമുണ്ട്, മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി അല്ലേ, അതായത് ഡേഞ്ചറാണ്, അപകടകരമായ മാലിന്യമാണ്. ബി ക്വസ്റ്റ്യൻ. മാലിന്യങ്ങളെ ശാസ്ത്രീയമായി വേർതിരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത്? മാലിന്യങ്ങൾ അങ്ങനെ വേർതിരിക്കുന്നത് കൊണ്ട് തന്നെ പരിസര മലിനീകരണം തടയാം, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും കാരണമാകുന്നു അല്ലെ. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാക്കാനും പരിസര മലിനീകരണം തടയാനും നമ്മളെ സഹായിക്കുന്നു. പ്രവർത്തനം 2. ചെമ്പരത്തിപ്പൂവ്, പതിമുഖം, മഞ്ഞൾ, ബീട്രൂട്ട്, ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്. ക്വസ്റ്റ്യനെ തന്നിരിക്കുന്ന വസ്തുക്കളെ മാനദണ്ഡം ഉപയോഗിച്ച് തരംതിരിക്കുക അല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും വേറൊരു കാറ്റഗറിയാണല്ലേ, കെമിക്കൽസ് ആണല്ലേ ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. ബാക്കിയുള്ളതൊക്കെ പ്രകൃതിദത്ത സൂചകങ്ങളാണ്, അതായത് പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ് അല്ലേ. ബീട്രൂട്ട്, ചെമ്പരത്തി, പതിമുഖം, മഞ്ഞൾ അല്ലേ, അതൊക്കെ എന്താണ് പ്രകൃതിയിൽ നമ്മുടെ മണ്ണിൽ ഉണ്ടാകുന്നതാണ് അല്ലേ. അതാണ് പ്രകൃതിദത്ത സൂചകങ്ങൾ. ഇനി ലബോറട്ടറി സൂചകങ്ങളാണ്, ലബോറട്ടറിയിലെ കെമിക്കൽസ് ആണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും ഒക്കെ അല്ലേ. ലബോറട്ടറി ലാബുകളിൽ ഉണ്ടാകുന്ന കെമിക്കൽസ് ആണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും ഒക്കെ അല്ലേ. ഒരു കെമിക്കൽ നെയിം തന്നെ ഉണ്ടല്ലേ. ബാക്കിയുള്ളത് പ്രകൃതിദത്തമാണ്, മറ്റേത് ലബോറട്ടറിയാണ്. ഇതിലെ ബി ക്വസ്റ്റ്യൻ. ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങനീര് ചേർക്കുമ്പോൾ വർണ്ണ പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ? ഇതിൻ്റെ ശാസ്ത്രീയ കാരണം വിശദീകരിക്കുക. ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ ആ പേപ്പറിൽ നാരങ്ങനീര് ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചെമ്പരത്തി ഉരച്ച പേപ്പറിൽ നാരങ്ങനീര് ചേർക്കുമ്പോൾ പേപ്പർ ചുവന്ന നിറമായി മാറുന്നു അല്ലേ. ചെമ്പരത്തി എന്താണ്, ചുവപ്പ് കളറല്ലേ. അത് ഉരച്ച ആ പേപ്പറിൽ നാരങ്ങനീരില്ലേ, നാരങ്ങനീരാക്കുമ്പോൾ അത് ചുവപ്പ് നിറമായിട്ട് മാറും. ആ പേപ്പറിൻ്റെ കളർ ചുവപ്പ് കളറാവും. കാരണം നാരങ്ങനീരിലുള്ള സിട്രിക് ആസിഡ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. നാരങ്ങയിൽ എന്താണുള്ളത്? സിട്രിക് ആസിഡ്. നാരങ്ങ എന്താണ്? ആസിഡാണ്. സിട്രിക് ആസിഡാണ് നാരങ്ങ എന്ന് പറയുന്നത്. അതിലുള്ള ആസിഡാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് അല്ലേ, നീല പേപ്പറിനെ ചുവപ്പ് കളറാക്കുന്നത് അല്ലേ. ആസിഡാണ് ചുവപ്പ് അല്ലേ, ആസിഡ് അല്ലേ. ലിറ്റ്മസിനെ നീലയെ ചുവപ്പാക്കുന്നത് ആസിഡാണ്. പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? പ്രവർത്തനം 3. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സാധാരണഗതിയിലെ ഹൃദയസ്പന്ദന നിരക്ക് അല്ലെ. കുട്ടിയുടെ പേര് ഹൃദയസ്പന്ദന നിരക്ക്, പൾസ് നിരക്ക് അല്ലെ. ഹൃദയസ്പന്ദനത്തിൻ്റെ നിരക്കും പൾസ് നിരക്കും തന്നിട്ടുണ്ട് സാധാരണഗതിയിൽ. സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ചതിന് ശേഷമുള്ള ഹൃദയസ്പന്ദന നിരക്ക് അല്ലേ. ഒന്ന് ഓടിക്കളിച്ചതിന് ശേഷമുള്ള ഹൃദയസ്പന്ദന നിരക്കും തന്നിട്ടുണ്ട്. എന്താണ് വ്യത്യാസം അല്ലേ? ഈ ഹൃദയസ്പന്ദന നിരക്ക് കൂടിയിട്ടുണ്ട് അല്ലേ, 200 BPM ആയിട്ടുണ്ടല്ലേ, 184 ഉള്ളത്. എല്ലാ കുട്ടികളോടും ഹൃദയസ്പന്ദന നിരക്ക്, അതായത് നമ്മളൊന്ന് ഓടി ഒരു ആക്ടിവിറ്റി ചെയ്ത് വരികയാണ് അല്ലേ. ഓടി കളിച്ചതിന് ശേഷം നമുക്ക് എന്താണ് ഹൃദയസ്പന്ദനം, ഹൃദയം വല്ലാതെ ഇടിക്കുന്നത് കാണാം അല്ലേ. ഇതിലുള്ള ക്വസ്റ്റ്യൻ എ. മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികകൾ അപഗ്രഥിച്ച് നിഗമനത്തിലെത്തുക അല്ലേ. ഈ നിഗമനം എന്താണ്? BP കൂടിയിട്ടുണ്ടല്ലേ, ഹൃദയസ്പന്ദന നിരക്ക് കൂടിയിട്ടുണ്ട്. ഹാർട്ട് ബീറ്റ് കൂടിയില്ലേ നമ്മൾ ഓടി വരുമ്പോൾ. പ്രവർത്തനം 3 എ ക്വസ്റ്റ്യൻ അല്ലേ, പട്ടിക വിശദീകരിക്കാൻ. 2 പട്ടികയും കമ്പയർ ചെയ്യാനല്ലേ. ഫസ്റ്റത്തെ പട്ടികയേക്കാൾ രണ്ടാമത്തെ പട്ടികയിലെ ഓടി കഴിഞ്ഞതിന് ശേഷം ഹൃദയസ്പന്ദന നിരക്ക് കൂടുതലാണല്ലേ. സാധാരണഗതിയിൽ ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തുല്യമാണ് അല്ലേ. സാധാരണഗതിയിൽ രണ്ടും ഈക്വലാണ്, തുല്യമാണ്. എന്നാൽ കഠിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുന്നു. നമ്മൾ ഓടി വരുമ്പോൾ എന്താണ് രക്തയോട്ടം അല്ലേ, ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂട്ടുന്നില്ല, വർദ്ധിപ്പിക്കുന്നു. ഊർജ്ജക്ഷമത കൂടുന്നു, ഹൃദയത്തിൻ്റെ പ്രവർത്തന നിരക്ക് കൂടുന്നു, തൽഫലമായി ഹൃദയസ്പന്ദന നിരക്ക് കൂടുന്നു. ഹൃദയത്തിൻ്റെ ആ ടിക് ടിക്ക് അല്ലേ നിരക്ക് കൂടുന്നു, അതുകൊണ്ട് തന്നെ ഹൃദയസ്പന്ദനം അല്ലെ ഇടിക്കുന്നത് കൂടുന്നു, ഹൃദയസ്പന്ദന നിരക്ക് കൂടുന്നു. ഒന്നാമത്തെ പട്ടികയിൽ സാധാരണഗതിയിൽ ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തുല്യമാണ്, ഈക്വലാണ് അല്ലെ. രണ്ടാമത് ഒന്ന് ഓടിക്കഴിഞ്ഞതിന് ശേഷം ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും ഒക്കെ കൂടുന്നുണ്ട്. രക്തയോട്ടം, ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ് ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും കൂടാൻ കാരണം. ബി ക്വസ്റ്റ്യൻ. ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, ഹാർട്ടിൻ്റെ ഹെൽത്തിലെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ, അത് നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരല്ലേ, നമ്മളെന്നിങ്ങനെയൊക്കെ സംരക്ഷിക്കണം. നമ്മളെ ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക അല്ലേ, നല്ല കൊഴുപ്പുള്ള പൊരിച്ചതും കരിച്ചതൊക്കെ ഒഴിവാക്കുക. പുകവലി, മദ്യപാനം ഒഴിവാക്കുക അല്ലേ, പുകവലിക്കുന്നതും മദ്യപാനമൊക്കെ ഒഴിവാക്കുക. ജീവിതശൈലി രോഗങ്ങളെ തടയുക.
വ്യായാമം പതിവാക്കുക. എക്സസൈസിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. എക്സസൈസ് വ്യായാമങ്ങളൊക്കെ പതിവാക്കിയാൽ നമ്മുടെ ഹാർട്ട്, നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവും ഒക്കെ നമുക്ക് സുരക്ഷിതമായി നിലനിർത്താം അല്ലേ. നല്ല കൊഴുപ്പും പൊരിച്ചതും കരിച്ചതും അല്ലെ, നല്ല ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക അല്ലെ, മദ്യപാനം, പുകവലി അല്ലേ, ജീവിതശൈലി രോഗങ്ങളൊക്കെ തടയുക. പ്രവർത്തനം 4. കൊച്ചി സന്നദ്ധ സംഘങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു. പത്രവാർത്ത ശ്രദ്ധിച്ചുവല്ലോ. ഇതൊരു പത്രവാർത്തയാണ്. കൊച്ചിയിൽ കൂടുതൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു, അതായത് വൃക്കരോഗികൾ കൂടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്രവാർത്ത. ക്വസ്റ്റ്യൻ എ, ഡയാലിസിസ് ഏത് രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ്? ഡയാലിസിസ് ഏത് രോഗികൾക്കാണ് ചെയ്യാറ് അല്ലെ? വൃക്കരോഗികൾക്കാണ് ഡയാലിസിസ് ചെയ്യാറ്. ബി ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ 1, 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേര് എഴുതുക. അല്ലെ, ഇതെന്താണ്? വൃക്കയാണല്ലേ. വൃക്കാധമനിയും വൃക്കാസിരയുടെയും അടുത്തുള്ളത്, ഇപ്പുറത്തുള്ളതാണ് വൃക്കയാണ്. അതിൻ്റെ ധമനിയും സിരയാണ് തൊട്ടപ്പുറത്ത് ഇവിടെ കാണിക്കുന്ന ഈ കുയലുകൾ. രണ്ടാമത്തെ ചിത്രം എന്താണ്? മൂത്രാശയമാണല്ലേ. അല്ലെ, മൂത്രവാഹിനി കുയലുകൾ കഴിഞ്ഞിട്ട് മൂത്രസഞ്ചിയിൽ മൂത്രം ശേഖരിച്ചിട്ടാണ് മൂത്രം പുറത്തേക്ക് വരുന്നത് അല്ലെ. മൂത്രസഞ്ചിയിലാണ് മൂത്രം ശേഖരിക്കുന്നത്. അപ്പോൾ ഇത് മൂത്രാശയമാണ്. അതിൻ്റെ കുയലുകൾ മൂത്രവാഹിനിയാണ് അല്ലെ. വൃക്കാധമനിയും സിരയും അല്ലെ. റെഡ് കളറുള്ളത് ധമനിയാണ്, വൃക്കാധമനി. ബ്ലൂ കളർ വൃക്കാസിരയാണ്, അത് വൃക്കയുടെ അടുത്താണുള്ളത്. അപ്പോൾ ഇത് വൃക്കയും മൂത്രവാഹിനിയുടെ അടുത്തുള്ളത് മൂത്രാശയവും. സി ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ മറ്റു വിസർജന അവയവങ്ങൾ ഏതെല്ലാം? ത്വക്ക്, കരള്, ശ്വാസകോശം, ഇതൊക്കെയാണ് വിസർജന അവയവങ്ങൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. പ്രവർത്തനം 5. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഐസിട്ട മത്സ്യം പാചകം ചെയ്യുന്നതിന് മുമ്പ് കുറേ തവണ കഴുകണം എന്ന് അമ്മ പറഞ്ഞു. അതിൽ ഏതോ രാസവസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അമ്മ സംശയിച്ചു. ക്വസ്റ്റ്യൻ എ, ഈ സംശയം ശരിയാണോ? ഏത് രാസവസ്തുവാണ്? രാസവസ്തു ഉണ്ടോ മത്സ്യത്തിൽ? ഐസിട്ട മത്സ്യത്തിൽ രാസവസ്തു ഉണ്ടോ? ബി ക്വസ്റ്റ്യൻ, എന്തായിരിക്കും കാരണം? സി ക്വസ്റ്റ്യൻ, മത്സ്യം ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? മത്സ്യം കേടുവരാതെ സൂക്ഷിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? അപ്പോൾ പ്രവർത്തനം 5 എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ശരിയാണല്ലേ. മീൻ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് രാസവസ്തു ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ കേൾക്കാൻ പറഞ്ഞത്. അമ്മ പറഞ്ഞത് ശരിയാണ് അല്ലേ. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണ് ചോദിച്ചത്? കേടുകൂടാതെ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ. ഏതാണ് രാസവസ്തു? മീൻ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസ് ഘനിക്കുന്നതിന് ചേർക്കുന്ന അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തുവാണ്. ചെറിയ അളവിൽ പോലും അത് ക്യാൻസറിന് കാരണമാകും അല്ലേ. അത് ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തു അമോണിയം ക്ലോറൈഡ് അല്ലേ. അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ രാസവസ്തു മീനിൻ്റെ ഐസ് ഘനിക്കാൻ വേണ്ടിയിട്ട് ഐസിലിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീൻ നല്ലവണ്ണം കഴുകിയിട്ടേ ഉപയോഗിക്കാവൂ എന്നുള്ള അമ്മയുടെ പ്രസ്താവനയാണ് ശരി. ക്വസ്റ്റ്യൻ സിയിലെ മീനുകൾ എങ്ങനെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം അല്ലേ. ഉണക്കി സൂക്ഷിക്കാം, വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് സൂക്ഷിക്കാം, ഉപ്പിലിട്ട് നല്ലോണം കല്ലുപ്പിട്ടിട്ട് സൂക്ഷിക്കാം, റെഫ്രിജറേറ്ററിലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം, അച്ചാറിട്ട് സൂക്ഷിക്കാം അല്ലേ. അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ കുറേ കാലം കേടുകൂടാതെ നിൽക്കാം അല്ലേ. ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്ററിൽ ഉപ്പിട്ടിട്ട് ഉണക്കിയിട്ടൊക്കെ സൂക്ഷിച്ച് നമുക്ക് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 6. അടുക്കളയുടെ പിന്നാമ്പുറത്ത് തനിയെ മുളച്ച ഒരു മത്തവള്ളി നന്നായി പടർന്നു വളർന്നു എങ്കിലും കായ്കൾ 2 3 മാത്രമാണ് ഉണ്ടായത്. ബാബു പറഞ്ഞത് കേട്ടല്ലോ. ക്വസ്റ്റ്യൻ എ, എന്തുകൊണ്ടായിരിക്കാം അതിൽ ധാരാളം കായ്ക്കൾ ഉണ്ടാകാതിരുന്നത്? അതിലെന്തുകൊണ്ടാണ്? കായ്ക്കൾ വല്ലാതെ ഉണ്ടായില്ലല്ലോ, നല്ലോണം മത്തവള്ളിയൊക്കെ ഉണ്ടായി. അതിൽ കായ്ക്കൾ കുറയാനുള്ള കാരണം എന്താണ് അല്ലേ? പരിചരണക്കുറവ്, അത്യുൽപാദന ശേഷിയില്ലാത്ത വിത്തിനം. അതിനെ പരിചരിക്കുന്നത് കുറവായതുകൊണ്ടല്ലേ, നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നല്ലോണം നോക്കിയത് കുറവ്, പരിചരണക്കുറവ് അല്ലേ. അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയില്ലാത്ത വിത്തിനം, നല്ല മുന്തിയ ഇനം വിത്തല്ല അല്ലേ. ഉൽപാദന ശേഷി ഇല്ലാത്ത വിത്തിലെ, ക്വാളിറ്റി ഇല്ലാത്ത വിത്താണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് കായ്ക്കൾ വല്ലാതെ ഉണ്ടാവാതിരുന്നത്. ബി, നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? നല്ലോണം വിളവ്, നല്ല കായ്ക്കൾ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നല്ല മണ്ണായിരിക്കണം അല്ലേ, നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നല്ല കായ്ക്കൾ ഉണ്ടാവും, നല്ല വിളവുണ്ടാവും. നല്ല വളക്കൂറുള്ള മണ്ണെടുക്കണം. അതുപോലെ അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം. നല്ല അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ, നല്ല മഴക്കാലമാണെങ്കിൽ വിത്തൊക്കെ എന്താണ് പോകുമില്ലേ, അതിനൊരു വിത്ത് നടാനൊരു കാലാവസ്ഥ ഉണ്ടല്ലേ. നല്ല മഴയും നല്ല വെയിലും അല്ലാത്തൊരു കാലാവസ്ഥ, അതിലാണ് വിത്തൊക്കെ നടാറില്ലേ. അനുയോജ്യമായ കാലാവസ്ഥയും നല്ല വളക്കൂറുള്ള മണ്ണുമായിരിക്കണം. അതുപോലെ നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും നല്ല ക്വാളിറ്റിയുള്ള നല്ല മുന്തിയ ഇനം വിത്തുകളായിരിക്കണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. പ്രവർത്തനം എ എന്താണ്? എ, ഇത് ഏത് ഗ്രഹണത്തെ സൂചിപ്പിക്കുന്നു? ഈ പിക്ചറിലുള്ളത് ഏത് ഗ്രഹണമാണ്? സൂര്യഗ്രഹണമാണോ ചന്ദ്രഗ്രഹണമാണോ? ചന്ദ്രഗ്രഹണമാണ്. ചന്ദ്രൻ്റെ പരിക്രമണ പാത തന്നിട്ടുണ്ട്, അപ്പോൾ ഇതെന്താണ്? ചന്ദ്രഗ്രഹണമാണ്. ക്വസ്റ്റ്യൻ ബി, ചിത്രത്തിലെ സിയുടെ പ്രത്യേകത എന്ത്? ഈ സിയുടെ പ്രത്യേകത എന്താണ്? ചന്ദ്രനെ പൂർണ്ണമായിട്ട് മറക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ, തടഞ്ഞു നിർത്തുന്നുണ്ട് അല്ലേ. ചന്ദ്രൻ പൂർണ്ണമായി മറക്കപ്പെടുന്നു അല്ലേ, പൂർണ്ണമായിട്ട് മറക്കപ്പെടുന്നുണ്ട്, അതിനാൽ ചന്ദ്രഗ്രഹണം സാധ്യമാകുന്നു. അതുകൊണ്ടാണ് ചന്ദ്രൻ മറക്കുന്നതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അല്ലേ. പൂർണ്ണമായി മറക്കപ്പെടുന്നത് കൊണ്ട് ചന്ദ്രഗ്രഹണം സാധ്യമാകുന്നു. സി ക്വസ്റ്റ്യൻ, ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം, എന്നാൽ സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കരുത്. സൂര്യഗ്രഹണ നിരീക്ഷണ മാർഗങ്ങൾ എഴുതുക.
ചന്ദ്രൻ്റെ ഗ്രഹണം നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാം, പക്ഷേ സൂര്യഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കരുതില്ലേ, നമ്മളെ കണ്ണുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നോക്കരുതില്ലേ, നമ്മളൊരു തടസ്സം വെച്ചിട്ടാണ് നോക്കാറ് അല്ലേ. സൂര്യഗ്രഹണ നിരീക്ഷണ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ സൂര്യനെ നിരീക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? സോളാർ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂര്യഗ്രഹണം നോക്കാം അല്ലേ. പിൻഹോൾ പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട്, അതുപോലെ ടെലിസ്കോപ്പ് പ്രൊജക്ടർ അല്ലേ, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ടെലിസ്കോപ്പ് പ്രൊജക്ടർ, പിൻഹോൾ പ്രൊജക്ടർ അല്ലെങ്കിൽ സോളാർ ഫിൽറ്റർ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സൂര്യഗ്രഹണം വീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ചന്ദ്രഗ്രഹണം ഇതൊന്നും ഇല്ലാതെ നേരെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണും. പക്ഷേ സൂര്യഗ്രഹണം കണ്ണുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കരുത് അല്ലെ. ഈ പ്രൊജക്ടറോ അല്ലെ ഫിൽറ്ററോ അല്ലെ സോളാർ ഫിൽറ്ററോ ഉപയോഗിച്ചിട്ട് മാത്രം നോക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 8 എന്താണ്? ചിത്രം നിരീക്ഷിക്കുക. ക്വസ്റ്റ്യനെ ജലാശയത്തിന് ഇന്നത്തെ അവസ്ഥക്ക് കാരണമെന്ത്? അല്ലെ, ഈ ജലാശയത്തിലെ ഇന്നത്തെ അവസ്ഥക്കിലെ നിറച്ച് മാലിന്യങ്ങളാണ്, അതിൻ്റെ കാരണമെന്ത്? ബി ക്വസ്റ്റ്യൻ, ജലമലിനീകരണം തടയാനുള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാം? ഇങ്ങനെ ജലമലിനമാകുന്നത് തടയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? 8ാമത്തെ ചോദ്യത്തിലെ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ, മൃഗങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയവ ജലാശയങ്ങളിൽ വെച്ച് വൃത്തിയാക്കുന്നത് ഹോട്ടൽ, ഗാർഹികം, ഫാക്ടറി മാലിന്യങ്ങൾ. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അല്ലെ. ഹോട്ടലിൽ അതുപോലെ ഫാക്ടറിയിലൊക്കെ ഉള്ളത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അല്ലെ, മൃഗങ്ങൾ, വാഹനങ്ങളൊക്കെ നമ്മുടെ പുഴയിലും വെള്ളത്തിലൊക്കെ കൊണ്ടുപോയി കഴുകുന്നത് അത് മലിനമാക്കുന്നുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് വസ്തുക്കൾ, രാസവസ്തുക്കളെല്ലാം പുഴയിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് കൊണ്ടാണ്, ഇടുന്നത് കൊണ്ടാണ് നമ്മുടെ പുഴ ഇപ്പോൾ കാണുന്നത് പോലെ ഇങ്ങനെ മലിനമാകാൻ കാരണം അല്ലെ. ജലമലിനീകരണം ഇങ്ങനെ മലിനമാകുന്നത് തടയാൻ എന്താണ് കാരണം? ഈ പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങനെ വലിച്ചെറിയാതിരിക്കുക അല്ലെ. ആ പ്ലാസ്റ്റിക് വേറെ റീയൂസ്, റീസൈക്കിളൊക്കെ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കുക അല്ലെ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് സംസ്കരിക്കുക അല്ലെ. ശാസ്ത്രീയമായിട്ട് വേർതിരിക്കുക എന്നിട്ട് സംസ്കരിക്കുക അല്ലെ. മാലിന്യങ്ങളൊന്നും പുഴയിലേക്ക് വലിച്ചെറിയാതിരിക്കുക, വെള്ളത്തിലേക്ക് വലിച്ചെറിയാതെ അത് ശാസ്ത്രീയമായിട്ട് വേർതിരിക്കുക അല്ലെ. നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യാൻ വരുന്ന ചേച്ചിമാരുണ്ടല്ലേ, ഹരിതസേനാ കർമ്മങ്ങൾ, അവർക്ക് കൊടുത്തിട്ട് അവരെന്താണ് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും റീയൂസും റീസൈക്കിളൊക്കെ അല്ലേ, അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റിക്കോളും. നമ്മൾ വലിച്ചെറിയാതിരിക്കുക അല്ലെ. ഫാക്ടറികളിൽ നിന്ന് രാസമാലിന്യങ്ങൾ ഒഴിവാക്കി ശുദ്ധജലം മാത്രം പുറത്തേക്ക് ഒഴിക്കുക അല്ലെ. ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന രാസമാലിന്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ശുദ്ധജലം മാത്രം പുറത്തേക്ക് ഒഴിക്കുക അല്ലെ. ഈ രാസമാലിന്യങ്ങളൊന്നും ഒഴിക്കാതിരിക്കുക. മൃഗങ്ങൾ, വാഹനങ്ങൾ എന്നിവ ജലാശയങ്ങളിൽ കഴുകാതിരിക്കുക അല്ലെ. ജലാശയങ്ങളിൽ കൊണ്ടുപോയി കഴുകാതെ നമ്മുടെ വീട്ടിലുള്ളത് നമ്മളെ വീടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കഴുകി അവിടെ വൃത്തിയാക്കുക അല്ലെ. വെള്ളം മലിനമാക്കാതെ സൂക്ഷിക്കാനുള്ള അല്ലെ, സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലെ. ആ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. 7ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ വീഡിയോ ക്ലാസ് 7 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റും, അതുപോലെ ക്ലാസ് 7ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാനായി ക്ലാസ് 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതാണ്.